വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ശരത് പവാർ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യവേ NCP രാഷ്ട്രീയം തന്നെ കലങ്ങി മറിയുകയാണ്. തന്നെ താനാക്കി മാറ്റിയ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് ശരത് പവാർ ഇരിക്കുന്നത്. എന്നാൽ NDAയിലെ വലിയൊരു വിഭാഗം അതിനൊപ്പമല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് കോൺഗ്രസിന്റെ മഹത്വമല്ല, അധികാരത്തിലേക്കുള്ള യാത്രയിലാണ് അവർ. അവരുടെ മുന്നിലുള്ളത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. കോൺഗ്രസുമായുള്ള ലയനത്തിനായി ശരത് പവാർ ചർച്ച നടത്തുന്നതിനിടെ NDAയുമായി സുപ്രിയ സുലെ സമാന്തര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. MLAമാരെയും MP-മാരെയും എന്ത് വില കൊടുത്തും കൈക്കലാക്കാനുള്ള ഒരു കച്ചവടമാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. അതിന് തടയിടാനാണ് NCPയെ കോൺഗ്രസിൽ ലയിപ്പിക്കാൻ പവാർ തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത്. പവാറിന്റെ NCPക്ക് 10 MLAമാരും 8 MP-മാരിൽ 5 പേർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് കേന്ദ്രഭരണമുണ്ട്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം വരെ ലഭിച്ചേക്കാം. അതുകൂടാതെ നല്ല പണവും പദവിയും സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ട്. MLAമാരിൽ ചിലർ കോൺഗ്രസ് ലയനത്തെ അനുകൂലിക്കുമ്പോൾ തന്നെ BJP സഖ്യത്തോടൊപ്പം നിൽക്കാനാണ് ബാക്കിയുള്ളവരും നിർദ്ദേശിക്കുന്നത്. പവാറിന്റെ മകൾ സുപ്രിയ സുലെയ്ക്കും അടുത്ത അനുയായികൾക്കും അർഹമായ പരിഗണന നൽകിയാൽ കോൺഗ്രസ് ലയിക്കാമെന്ന നിലപാടാണ് പവാറിനുള്ളത്. തന്റെ അനുയായികളിൽ ഒരാളെ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭാ MP കൂടിയായ മകൾ സുപ്രിയ സുലെയെ വൈസ് പ്രസിഡന്റും ആക്കണമെന്നാണ് പവാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗം മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും ഭരണകക്ഷിയുടെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നത്. സുപ്രിയ സുലെ BJPക്കൊപ്പമാണെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. സുലെയുടെ മകളെ കല്യാണം കഴിച്ചത് നാഗ്പൂരിലെ RSS കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബ ബന്ധമാണ് ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് നീക്കുന്നത്. പവാറിനെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അവരെന്നാണ് സൂചന. പവാറിനെ BJP പക്ഷത്തെത്തിക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് അതീവ താൽപ്പര്യമാണുള്ളത്. NDAയെ പിന്തുണച്ചാൽ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും കൂടാതെ 2 മന്ത്രി പദവികളുമാണ് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ അതിൽ സുപ്രിയ സുലെയ്ക്ക് മന്ത്രി പദവി നൽകിയേക്കാം. പവാർ കോൺഗ്രസിലേക്ക് വരുമോ എന്ന് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ അതുകൊണ്ട് സംശയമുണ്ട്. BJPയുമായുള്ള ചർച്ചയിൽ മേൽക്കൈ കിട്ടാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസ് ലയനത്തെക്കുറിച്ച് പവാർ സംസാരിക്കുന്നതെന്നും അവർ കരുതുന്നു. എല്ലാ MP-മാരും പവാറിനൊപ്പമാണെന്നും അദ്ദേഹത്തിന്റെ വാക്കാണ് അന്തിമമെന്നും ചില നേതാക്കൾ വ്യക്തമാക്കി. പാർലമെന്റിൽ മൺസൂൺ സെഷനിൽ സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പരമാവധി MP-മാരെ എന്ത് വില കൊടുത്തും എന്ത് പദവി നൽകിയും NDA പക്ഷത്തേക്ക് കുതിര കച്ചവടം നടത്താൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള പവാറിന്റെ നീക്കത്തിന് തുരങ്കം വയ്ക്കാൻ എല്ലാ പ്രലോഭനങ്ങളുമായും അവർ രംഗത്തുണ്ട്. NCP എങ്ങോട്ടാണ് എന്നത് മഹാരാഷ്ട്രയിലെയും ദേശീയ രാഷ്ട്രീയത്തിന്റെയും ഗതിവിഗതികൾ നിർണ്ണയിക്കും.